ഒരുപാട് നാളായി ഒരു വീഡിയോ കാലിക്കറ്റ് ഇലക്ട്രിക്കൽസിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട്. അപ്പൊ ഇന്നൊരു പുതിയ പ്രൊഡക്റ്റുമായിട്ടാണ് കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ഈ വീഡിയോ വരുന്നത്. ഇത് ഹയോക്കി എന്ന ബ്രാൻഡിന്റെ, മെയ്ഡ് ഇൻ ജപ്പാനായ ഹയോക്കി എന്ന ബ്രാൻഡിന്റെ IR4056 എന്ന ഡിജിറ്റൽ ഇൻസുലേഷൻ ടെസ്റ്ററാണ്. ഈ ഡിജിറ്റൽ ഇൻസുലേഷൻ ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. എന്തെല്ലാമാണ് കമ്പനി ഈ പ്രൊഡക്റ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, എന്തെല്ലാമാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഹയോക്കി എന്ന ബ്രാൻഡിന്റെ IR405620 എന്ന ഡിജിറ്റൽ ഇൻസുലേഷൻ ടെസ്റ്ററാണ്. ഇനി എന്തെല്ലാമാണ് നമുക്ക് ഇവരുടെ ഈ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യാം. ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇത് ഓപ്പറേറ്റിംഗ് പ്രിക്കോഷൻസ് എന്ന പേരിൽ ഇത് സേഫ് ആയിട്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലീഫ്ലെറ്റും ഇതിന്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവർ ഇറക്കിയിട്ടുള്ളത്. ഹയോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെയ്ഡ് ഇൻ ജപ്പാൻ ആണ്. ഒറിജിനൽ ജപ്പാൻ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. 1.5 വോൾട്ടിന്റെ 4 ബാറ്ററികളാണ് ഇതിന് പവർ സപ്ലൈ ആയിട്ട് ഇതിന് പവർ കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ബാക്കിൽ ഇതിനൊരു ഫ്യൂസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 0.5 AH, അതായത് 500 മില്ലി ആംപിയർ 1000 വോൾട്ട് ഇത് പ്രൊട്ടക്ഷൻ ഇതിലാണ് ഈ ഒരു ഫ്യൂസ് അവർ കൊടുത്തിരിക്കുന്നത്. വളരെ ഹാർഡായിട്ടുള്ള ഒരു ബോഡിയാണിത്. അതായത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്, സ്ട്രോങ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോഡിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ഈ ബോഡിയോട് ചേർന്നുകൊണ്ട് തന്നെ ഈ മീറ്ററും അതിനോടൊപ്പം തന്നെയാണ് അവർ അതിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. അതോടൊപ്പം ഒരു ക്രോക്കഡൈൽ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാങ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേബിൾസ്, ടെസ്റ്റ് ലീഡ്സ് ആയിട്ട് 2 ടെസ്റ്റ് ലീഡുകൾ ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1.38 മീറ്ററിന്റെ പ്രോബുകളാണ് ഇതോടൊപ്പം അവർ സപ്ലൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രോബിൽ തന്നെ അവര് CAT 4 600 വോൾട്ട് പ്രൊട്ടക്ഷനും CAT 3 1000 വോൾട്ട് പ്രൊട്ടക്ഷനും ഇതിനോടൊപ്പം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഡ്രോപ്പ് ഫ്രീ ആണ്, അതായത് ഡ്രോപ്പ് പ്രൂഫ് ആണ്. കാരണം ഡ്രോപ്പ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ നിലത്ത് വീണ് കഴിഞ്ഞാലും ഈ മീറ്ററിന് കാര്യമായിട്ട് ഡാമേജുകൾ സംഭവിക്കില്ല. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിൽറ്റാണത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ എലഗന്റ് ആയിട്ടുള്ള ഡിസൈനാണ്. വളരെ കോമ്പാക്ട് സൈസുമാണ്. ഈ ബോഡി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഡാമേജുകൾ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ടോട്ടൽ 5 റേഞ്ചുകളാണ് നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് വോൾട്ട് റേഞ്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ 50 വോൾട്ട്, 125 വോൾട്ട്, 250 വോൾട്ട്, 500 വോൾട്ട്, 1000 വോൾട്ട്, ഇങ്ങനെ 5 റേഞ്ചിൽ നമുക്ക് ഇൻസുലേഷൻ ടെസ്റ്റർ നമുക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റും. അതിൽ നമുക്ക് ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ബാക്കിൽ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ബാക്കിൽ ലൈറ്റ്, ഡിസ്പ്ലേ ലൈറ്റ് ഉണ്ട്. വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് റീഡിങ് എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പം ഈ മെഷർമെന്റ് എടുക്കുന്നത് ഇവിടെയാണ് ഇതിന്റെ സ്വിച്ചിങ് ചെയ്യേണ്ടത്, ബട്ടൺ വരുന്നത്. ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂ എടുക്കാൻ പറ്റും. ഇവിടെയാണ് ഇതിന്റെ ബട്ടൺ വരുന്നത്. അങ്ങനെ ഇത് 50 വോൾട്ടിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 125 വോൾട്ട് ഇടാം, 250, 500 വോൾട്ട് വരുമ്പോൾ ഇവിടെ അവർ സേഫ്റ്റീന്റെ ഭാഗമായിട്ട് 500 വോൾട്ടിനും 1000 വോൾട്ടിനും ഒരു ഇൻഡിക്കേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ കുറച്ച് ഹൈ വോൾട്ടേജ് നമുക്ക് വേറെ രീതിയിൽ നമ്മളുടെ ശരീരത്തിലേക്ക് നമുക്ക് വേറെ രീതിയിൽ ആപത്തുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊരു അലാമിംഗ് ലൈറ്റ് ആയിട്ട്, ഒരു വാർണിംഗ് ലൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കുറച്ച് ഹൈ വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് അമർത്തി കഴിഞ്ഞാൽ അതവിടെ ഇൻഡിക്കേറ്റർ നിൽക്കുകയും നമുക്ക് ഈ വോൾട്ടേജ് നമുക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യും.
1000 വോൾട്ടിലാണെങ്കിലും നിങ്ങൾക്ക് കാണാം ഈ ഇൻഡിക്കേറ്റർ ലൈറ്റ് വരും. നമുക്കിത് അമർത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക. അപ്പം ഇത് വളരെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നോക്കിയിട്ടുള്ള ഒരു മീറ്ററാണ്. വളരെ എക്കണോമിക്കലുമാണ്. അത് ഒരു ഹയോക്കി മെയ്ഡ് ഇൻ ജപ്പാൻ ആണെങ്കിൽ കൂടി ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റമും അല്ല, വളരെ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണത്. ഇതിൽ കമ്പറേറ്റർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പറേറ്റർ സെറ്റിംഗ് ഇതിൽ ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള മെഗറുകളിൽ അങ്ങനെ നമ്മൾ കാണാത്ത ഒരു ഫീച്ചറാണ്. ഇതിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഒരു മെഗറിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര മെഗാ ഓംസിന്റെ റീഡിംഗ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ എക്സ്പെക്ട് ചെയ്ത റീഡിംഗ് നിങ്ങൾ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ആ സെറ്റിംഗ് വാല്യൂവിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഇത് ഫെയിൽ എന്ന് കാണിക്കും, എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പാസ് എന്ന് കാണിക്കും. അതായത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ കമ്പറേറ്റർ വാല്യൂവിൽ നമ്മളിത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം 3 മെഗാ ഓംസ്, 4 മെഗാ ഓം, 5 മെഗാ ഓം, 10 മെഗാ ഓം, ഈ 10 മെഗാ ഓം ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 മെഗാ ഓമിന്റെ മുകളിലേക്ക് വരുന്ന വാല്യൂ മാത്രമേ ഈ മീറ്റർ പാസ് എന്ന് കാണിക്കുള്ളൂ. ആ റേഞ്ച് എത്തിയിട്ടില്ലെങ്കിൽ ഇതിൽ ഫെയിൽ എന്ന് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഈ ഒരു മീറ്ററിൽ നിങ്ങൾ വിചാരിക്കുന്ന മെഗറിങ്ങിന്റെ വാല്യൂ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് വേഗം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ വേറൊരു പുതിയൊരു നിങ്ങൾ ബാക്കിയുള്ള മെഗറുകളിൽ കാണാത്ത ഒരു ഫീച്ചർ ഇവിടെ കാണാൻ പറ്റും, 0 ഓംസ് അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് 0 ഓംസ് അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ചില മെഗറിങ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള റീഡിങ് നമുക്ക് ചെറിയൊരു വേരിയേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് 0യിലേക്ക് പോയിട്ട് ആ റീഡിങ് സെറ്റ് ആവും. നിങ്ങൾക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മെഗറിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ലൈറ്റിന്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ഇതിന്റെ ബാക്ക് ലൈറ്റ്, അതായത് ബാക്കിൽ ലൈറ്റ് നിങ്ങൾ ഓണായി കിടക്കുന്നുണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ ഓഫ് ആവും, ഓൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഏത് രാത്രികളിലാണെങ്കിലും ഇരുട്ടായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് റീഡിങ് എടുക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കറിയാം, പലപ്പോഴും നമ്മളുടെ മെഗറുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർലെസ് ആയിട്ടും നമ്മൾ കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്യാതെ, അതായത് കറക്റ്റ് അടച്ചു വെക്കാതെയും ഒക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടിട്ടൊക്കെയാണ് പലപ്പോഴും കേടാവാറ്. കാരണം ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടു നടക്കേണ്ട സാധനം തന്നെയാണ് എല്ലാ മീറ്ററുകളും. അതിന് വേണ്ടിയിട്ട് ഈ ഹയോക്കി എന്ന ബ്രാൻഡ് അവർ ഈ ഒരു പ്രൊഡക്റ്റിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിപ്പം ഈ വോൾട്ടേജ് നമ്മളിപ്പോൾ ഇത് ഓഫ് പൊസിഷനിലാണ്. ഈ ഓഫ് പൊസിഷനിൽ നമുക്ക് ഇത് അടച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കായി ഇവിടെ ഫുള്ള് ക്ലിയർ ആയിട്ട് അടഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഈ ഓഫ് ആക്കാതെ നമ്മൾ ഇതിപ്പം 50 വോൾട്ടിലോ അല്ലെങ്കിൽ 125 വോൾട്ടോ അല്ലെങ്കിൽ വോൾട്ട് ഓപ്ഷനിലോ എവിടെയെങ്കിലും ഈ നമ്മൾ റോട്ടറി സ്വിച്ച് നമ്മൾ തിരിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ഓണായി കിടക്കുമ്പോൾ ഇതിന്റെ ബാറ്ററി പൂർണ്ണമായിട്ടും ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കമ്പനി ചെയ്തതെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ഈ വോൾട്ടേജിന്റെ റേഞ്ചിൽ എവിടെയെങ്കിലും ഇത് ഓണാക്കി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഈ ടോപ്പ് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല. ഇതൊരിക്കലും അടയ്ക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ലോക്ക് ഒരിക്കലും ആവില്ല. അതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഈ ഡോർ അടയ്ക്കാൻ പറ്റാത്തത് നിങ്ങൾ ശ്രദ്ധിക്കും. ഇതിന്റെ നമ്മളിത് ഈ ഓഫിലേക്ക് നമ്മൾ റോട്ടറി എത്തിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങളത് ഓഫ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് അടയും, ലോക്കായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണിത്. നമ്മളുടെ ഇതിന്റെ ഈ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഈ മീറ്റർ കൊണ്ടു നടക്കുന്നതിനും വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കെയർഫുൾ ആയിട്ടാണ് ഈ ബ്രാൻഡ്, ഈ ഹയോക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഈ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ജപ്പാൻ ഈ ഹയോക്കിയുടെ മെയ്ഡ് ഇൻ ജപ്പാൻ ബ്രാൻഡിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുന്നവർക്ക്. കാരണം അത്രയും പ്രിസിഷനാണ് ഇതിന്റെ റീഡിങ്. ബാക്കിയുള്ള ഇൻസുലേഷൻ ടെസ്റ്റേഴ്സിന്റെ കാട്ടും ഒരു പടി മുകളിൽ അതിന്റെ ആ ക്വാളിറ്റി ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ. അതേപോലെ 3 കൊല്ലം ഗ്യാരണ്ടിയാണ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 years വാറണ്ടിയാണ് ഈ പ്രൊഡക്റ്റിന് കമ്പനി ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള സർവീസിന്റെ ഇതിലാണെങ്കിലും റീഡിങ്ങിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലും കമ്പനിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ വെച്ചിരിക്കുന്ന -25 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 65 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയുള്ള ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഇതിനുണ്ട്. അതായത് ഏത് നമ്മളുടെ വെതർ കണ്ടീഷൻസിലും നിങ്ങൾക്ക് ഈ മെഗർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. AC/DC വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു മീറ്ററാണിത്.
അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ലീഡ്സ് തന്നെ നമുക്ക് കണ്ടാൽ അറിയാം. ഒരു ഗോൾഡ് പ്ലേറ്റഡ് ടൈപ്പ് ഒരു ടെസ്റ്റ് ലീഡ്സ് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഈ സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഇതെല്ലാം വളരെ ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട്. വയേഴ്സ് ആണെങ്കിലും വളരെ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസിൽ അവൈലബിൾ ആണ്. കാലിക്കറ്റ് സിവിൽ സ്റ്റേഷനിലുള്ള ഷോറൂമിൽ ഇത് സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഹയോക്കിയുടെ ഈ പ്രൊഡക്റ്റ് ഞങ്ങളുടെ ബ്രാഞ്ചുകളിൽ അവൈലബിൾ ആണ്. കാലിക്കറ്റ് ഇലക്ട്രിക്കൽസിൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. കാലിക്കറ്റ് ഇലക്ട്രിക്കൽസ് പല ബ്രാൻഡുകളുടെ ഓത്തറൈസ്ഡ് ഡീലേഴ്സാണ്. മെക്കോ, ഋഷഭ്, അങ്ങനെ ഒരുപാട് പ്രോക് ഡിവൈസ് എന്നീ കമ്പനികളുടെ ഓത്തറൈസ്ഡ് ഡീലേഴ്സാണ് കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസ്. കഴിഞ്ഞ 33 വർഷമായി മീറ്ററിങ്ങിൻ്റെ ബിസിനസ്സിൽ എക്സ്ക്ലൂസീവ് മീറ്റേഴ്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കമ്പനിയുടെ എന്ത് ഇതുണ്ടെങ്കിലും, നിങ്ങൾക്ക് സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 100% ഡെഡിക്കേറ്റഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രോക് ഡിവൈസ് എന്ന കമ്പനിയുടെ ACCL ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച്, എർത്ത് ഫോൾട്ട് റിലേ, എർത്ത് ലീക്കേജ് റിലേ എന്നീ ഐറ്റംസും കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസ് അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ഇടിമിന്നലിന്റെ സമയത്തുള്ള ഈ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന SPD സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, OBO ബെറ്റർമാൻ എന്ന കമ്പനിയുടെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, കേബിൾ ട്രേസ് എന്നീ ഐറ്റംസും കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസിൽ അവൈലബിൾ ആണ്. അപ്പം മീറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രൊഡക്റ്റും എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും കാലിക്കറ്റ് ഇലക്ട്രിക്കൽസിനെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മളുടെ എഞ്ചിനീയേഴ്സ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സർവീസ് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം ഹയോക്കിയുടെ ഏത് പ്രൊഡക്റ്റുകൾ വേണമെങ്കിലും കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസിനെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.